ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒരു ബ്ലോഗ് ഇടാമെന്ന് വെച്ചു. ഉത്സവം കഴിഞ്ഞു കേട്ടോ. ഉത്സവം ശനിയാഴ്ചയായിരുന്നു. കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച അല്ല 2 ദിവസം ആകുന്നു. അപ്പോൾ ഇന്ന് ഞാനതെല്ലാം എഡിറ്റ് ചെയ്തത്. അപ്പം ദേ ബിനീഷേട്ടനാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത്. ചേട്ടയെ കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ അങ്ങ് പോകും കേട്ടോ. അമ്മയാട്ടോ ആ സാരി ഉടുത്ത് പുറകെ തിരിഞ്ഞിരിക്കുന്നത്. അമ്മയുടെ ഒരു പഴയ കൂട്ടുകാരെ അങ്ങോട്ട് കണ്ട് അമ്മ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പം അമ്മ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും. അപ്പോൾ ഞങ്ങളെന്നാൽ തൊഴാൻ വേണ്ടി തൊഴുതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിലെ ഘോഷയാത്ര വരുന്നത്. അപ്പം മെയിൻ ശ്രീകോവിൽ അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്തുനിന്ന് വേറൊരു അമ്പലത്തിൽ നിന്ന് ഒരു ഘോഷയാത്ര വരാനുണ്ട്. അപ്പോൾ ഈ റോഡ് വഴിയാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെയും ഘോഷയാത്ര വന്നില്ല. ഇത് കുറച്ചുകൂടെ താമസിക്കും. കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അടുത്ത് എത്താറായി ഇരിക്കുന്നത്. ഇത് ആമിക്കുട്ടിയാണെങ്കിൽ അവിടെ വന്നപ്പോൾ ആമിക്കുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന 2 ചേച്ചിമാരെ കണ്ട് അവൾമാരുമായിട്ട് സെറ്റായിട്ട് നടക്കുമായിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾമാരുമായിട്ട് സെറ്റായിട്ട് നടന്നു. അവൾമാരാണെങ്കിൽ ആമിക്കുട്ടി എടുത്തുകൊണ്ട് നടക്കുന്നത് തന്നെയായിരുന്നു. അങ്ങനെ കൊട്ടിൻ്റെ ഒച്ച അടുത്തടുത്ത് വന്നപ്പോൾ നോക്കുമ്പോൾ ഘോഷയാത്രയൊക്കെ വന്നു. അങ്ങനെ ഓരോ ഘോഷയാത്ര ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഘോഷയാത്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഘോഷയാത്ര ഉണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഈ ശൂലം കുത്ത്, തീച്ചട്ടി എടുക്കുന്നത്, പിന്നെ ഈ പയറൊക്കെ മുളപ്പിച്ച് കൊണ്ടുവരുന്നത്, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഓരോരോ നേർച്ചകൾ. അപ്പോൾ അതേ തീച്ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഏറ്റവും വലിയ ശൂലം കുത്തിയത് ഈ ഒരു ചേട്ടനാണ്. ഇത് ഭയങ്കര വലിയൊരു ശൂലമായിരുന്നു കേട്ടോ. അപ്പം ആ പുള്ളി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ നല്ലൊരു വൈബാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നൊരു ഉത്സവമാണ് നമ്മുടെ ഈ അമ്പലത്തിലെ ഉത്സവം. വർഷത്തിലൊന്ന് തന്നെയാണെങ്കിൽ നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയൊരു ഉത്സവം ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഉത്സവത്തിനെ ഞങ്ങൾ പോകാറുള്ളൂ, അല്ലാതെ ദൂരോട്ടൊന്നും ഞങ്ങൾ പോകത്തില്ല. അപ്പോൾ ഇത് ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു ഉത്സവമാണ് ഈ അമ്പലത്തിലെ ഉത്സവം. അമ്മയാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. അമ്മയുണ്ട്, പിന്നെ മുരുക ഭഗവാനുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, പിന്നെ നാഗമുണ്ട്. അങ്ങനെ കുറേ 2, 3, 4 പ്രതിഷ്ഠയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തീച്ചട്ടിയും ശൂലം കുത്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുക. ഇത് ഈ പ്ലേറ്റും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചോറിന് വേണ്ടിയുള്ള ക്യൂ ആണ്. അടിപൊളി ക്യൂ. ഞങ്ങൾ പിന്നെ ആമീനെ കാണിച്ച് ഇടയ്ക്ക് കയറിപ്പോയി ചോറൊക്കെ ഉണ്ടു. പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഇനി ഒറ്റ ഉറക്കം. അത്രയേ ഉള്ളൂ. ബൈ.